ഫ്രണ്ട്സ്, ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സാമ്പാർ ഇന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സാമ്പാർ ഇഷ്ടമില്ലാത്തവർക്ക് എന്താണേലും ഈ ഉള്ളി സാമ്പാർ ഇഷ്ടപ്പെടും. ഒരു നെല്ലിക്ക വലിപ്പത്തിലെ വാളംപുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിലിൽ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ആ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പകുതി വഴന്നു വരുമ്പോഴേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളിയേ എടുത്തിട്ടുള്ളൂ. എല്ലാം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റുക. ഒരു പകുതി തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തക്കാളിയും കൂടി വഴറ്റി മാറ്റി വെക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. രക്തശുദ്ധിക്ക് ഏറ്റവും ഗുണമുള്ള ഈ ഉള്ളി വിളർച്ച തടയാനും നല്ലതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ട്രഡീഷണൽ വീഡിയോസുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓളെന്നുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയെങ്കിലേ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളേ. കുറച്ച് എണ്ണ മതി, അതുകൊണ്ടാണ് ഞാൻ കടുകൊക്കെ പൊട്ടിച്ചെടുത്തത്. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ മതി. അതേ എണ്ണയിലേക്ക് തന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം. എടുക്കുന്ന ഉള്ളിയുടെ അളവനുസരിച്ച് പൊടികളും കൂട്ടിയെടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ സാമ്പാർ പൗഡർ. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒട്ടും അറിയില്ലാത്തവർക്കാണ് വിശദമായിട്ട് പറയുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേരുമ്പോഴാണ് സാമ്പാറിന് അതിൻ്റെ നല്ല രുചിയൊക്കെ കിട്ടുന്നത്. ഇനി വെന്തിരിക്കുന്ന പരിപ്പിലേക്ക് മുമ്പേ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ ചെറിയ കഷ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ. വെളുത്തുള്ളി 2 കഷ്ണം. ഇഞ്ചിയൊക്കെ കൂടി പോയാലും ടേസ്റ്റ് മാറുമേ. അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും പറയുന്നത്. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിന് വെയിറ്റ് ഇടാതെ കുറച്ച് 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും കണ്ടില്ലേ, ഉള്ളിയൊക്കെ ഇനിയും വേകാനുണ്ട്, വെന്തോളും. പരിപ്പായതുകൊണ്ട് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി സാമ്പാറിൻ്റെ രുചി കൂടാനായിട്ട് ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ആ കൂടെ തന്നെ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും വറ്റൽമുളകും കൂടി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തില്ലെങ്കിലും നല്ല രുചിയുണ്ട്. എണ്ണ കൂടുതൽ ഒഴിവാക്കാനായി സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ദേ കറിയിലേക്ക് ഈ താളിപ്പും കൂടി ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഉള്ളി നമ്മൾ നല്ലപോലെ വാട്ടിയെടുത്തുകൊണ്ട് വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഇതുപോലുള്ള രുചികരമായ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.